ഈ വഴി നോക്കിക്കേ. അങ്ങോട്ട് അങ്ങോട്ട്. എൻ്റെ മോനെ. ഇപ്പം അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവാട്ടോ. ഇവിടെ ഒരു വലിയൊരു പാറയുണ്ട്. അപ്പോൾ ഇതിലെ വണ്ടി കയറത്തില്ല കേട്ടോ. അത് റിസ്ക് എടുക്കുന്നില്ല. എൻ്റെ മോനെ, ഇവിടെ ഇഷ്ടംപോലെ വീടാണെന്ന് അറിയാൻ പാടില്ല. സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിലും കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറേ നടക്കണമെന്ന് തോന്നുന്നല്ലോ. അവിടെ കുറച്ച് ഭായിമാരുണ്ട്. ഈ സൈഡ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ മൊത്തം ഏലമാണ്. ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ താഴെ വെച്ച് കണ്ടത് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. മൊത്തം പുല്ലാണ് കേട്ടോ. അങ്ങോട്ട് പോവാം, ശോകമാണ്. തിരിച്ചു പോവാം. വണ്ടി എടുത്ത് നമുക്ക് അതിലോ. ഓ ഓ ശരി, മാറ്റി വാ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാട്ടോ. അപ്പുറത്തോടൊരു വഴിയുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ. എൻ്റെ പൊന്നെ, പോയി. ഈ സൈഡ് മൊത്തം പുല്ലാടാ. ഓക്കെ, നമ്മൾ കയറി വന്നു. അവന്മാരും കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. അയ്യോ എൻ്റെ മോനെ. ഈ വഴി നോക്കിക്കേ. അയ്യോ കാല് മൊത്തം ചെളിയായി. അവന്മാരെ കാണുന്നില്ലല്ലോ. അവന്മാരും വരുന്നുണ്ട്. വീടല്ലേ പോർട്ടറാ, പോന്നോ? ഓക്കെ, ഇനിയപ്പോൾ പതുക്കെ അങ്ങോട്ട് പോവാം. ഓ വണ്ടി നോക്കിക്കേ. ഇല്ലടാ, വണ്ടി നിരങ്ങി ഇറങ്ങുവാടാ. ഇതൊന്ന് പൊക്കി വെച്ചേ. ഇന്ന് ഫ്രണ്ടൊന്ന് പൊക്കി വെച്ചേടാ. ചുമ്മാ ഒന്ന് വലിച്ചാൽ മതി. അങ്ങോട്ട് ഇല്ലേ, മാറിക്കേ.
റിവേഴ്സ് വലി ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിൽ തട്ടും. നിൽക്കേ. ഓ ഇല്ലടാ, കുറച്ചുകൂടെ പോരട്ടെ, കുറച്ചുകൂടെ വരണം, കുറച്ചുകൂടെ. ഓക്കെ. എൻ്റെ മോനെ, അതെ വണ്ടി വരുന്നുണ്ട്. ഈ വഴിയാണോ? ഈ വഴി അങ്ങോട്ട് കയറ്റി നിർത്താട്ടോ. ഓക്കേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. ഓ കമ്പ് കയറിയതാട്ടോ. വണ്ടി നല്ല രീതിക്ക് തെന്നുന്നുണ്ട്. ടയറിലൊന്നും ഒരു തൊള്ളി ഗ്രിപ്പില്ല കേട്ടോ. നടുക്കൂടെ പോട്ടാ. ഓ മൈ ഗോഡ്. എന്താടാ ഓ എങ്ങോട്ടാടാ? ആ പോട്ടെ. മൊത്തം ഐറ്റം കേട്ടോ. എൻ്റെ മോന് ഉള്ളു വിഷയം വഴിയാ, രക്ഷയില്ല. ഓ മാൻ, എൻ്റെ മോനെ മൊത്തം ഐറ്റമായിരുന്നു. ഓ ദേ വൻകുഴി. ഇതിൽ ഏത് സൈഡാ കുഴി? അതിലെ കയറത്തില്ലടാ. ഈ സൈഡോ? ഇവിടെയോ? എനിക്കിപ്പോൾ അതേ പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ കുഴി ടെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എൻ്റെ മോനെ, എടാ നീ ഇരുന്ന് കൊടുക്കടാ, നീ ഇരുന്ന് കൊടുത്താൽ മതിയായിരുന്നു. കയറി പോയേനെ. കയറി പോട്ടെ. എടാ ഇവനെ കൂടെ കൊണ്ടുപോടാ. പോട്ടെ പോട്ടെ. ഒന്നും വലിയ സീനില്ല കേട്ടോ.
എൻ്റെ മോനെ, അയ്യോ. ഇതിനകത്തൊക്കെ എന്തോരം കുഴിയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ സീന്. ഓ, നമ്മൾ ഏതോ ഒരു റോഡിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഓടെ, അപ്പോൾ നമ്മൾ ഏതോ ഒരു റോഡിലെത്തി. പോട്ടെ, നേരെ പോട്ടെ. ഇത് എവിടെയോ വന്ന് ചാടിയിട്ടുണ്ട്, എവിടാന്നറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. എൻ്റെ മോനെ, ഇനിയിപ്പം ഏതേലും മെയിൻ റോഡിൽ ചെന്ന് ചാടുമായിരിക്കും ഇത്. അപ്പം ഭാഗ്യത്തിന് വീണിട്ട് ആർക്കും ഒന്നും പറ്റിയില്ല, വണ്ടികൾക്കും ഒന്നും പറ്റിയില്ല. ഇത് ശരിക്കും ഞാൻ കുറച്ചുകൂടെ കയറ്റി അവിടെ മറിഞ്ഞ് വീണില്ല എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടെ മറിഞ്ഞ് വീഴാൻ പോയപ്പോഴേക്കും ഞാൻ കൈ അങ്ങ് കൊടുത്തു വെച്ചു. ഇല്ല എന്നെങ്കിൽ ഞാൻ കല്ലേലേക്ക് കറക്റ്റ് വീഴത്തുള്ളതിന് കേട്ടോ. കല്ലേ വീണെന്നെങ്കിൽ കിറ്റെല്ലാം തകർന്നേനെ. പക്ഷേ നമ്മൾ നേരെ ചെന്ന പുല്ലേലേക്കായിരുന്നു വീണത്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, ഒന്നും പറ്റിയില്ല കേട്ടോ. ഒരു സ്ക്രാച്ച് പോലും ആയില്ല, അതുകൊണ്ടൊരു സമാധാനം. ഈ RC ആയിട്ട് ഫസ്റ്റ് തവണയാണ് ഇതുപോലൊരവസ്ഥ. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ, ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ 2 വഴിയുണ്ട്. മാപ്പിൽ നോക്കിയിട്ടാണെങ്കിൽ 2 സ്ഥലത്തേക്കും വഴിയില്ല കേട്ടോ. അതാണ് കോമഡി. എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് നേരെ എന്ന് കയറുന്ന മയിലാടുംപാറയ്ക്കാണ്. പക്ഷെ പകുതി വരെ വഴിയുള്ളൂ, അത് കഴിയുമ്പം വഴി കാണിക്കുന്നില്ല. അതെന്താണ് എന്തോ. ഇങ്ങോട്ടും വഴിയില്ല. അപ്പോൾ ഈ നടുക്ക് മാത്രം കുറച്ച് ഭാഗത്ത് വഴിയുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഐറ്റം കേട്ടോ. എന്തായാലും പോയി നോക്കാം. മാരി വിളിച്ചല്ലോ, എന്താണ് എന്തോ നോക്കട്ടെ. അങ്ങോട്ടാണോ? അതെവിടെ ചെന്ന് കയറും? ആണോ? എന്നെ വരാത്ത അവനെ പോയി വിളിച്ചോണ്ട് വാടാ. ഈ വഴിയാട്ടോ. അതിലേയും വഴിയുണ്ട്, പക്ഷെ അത് ഊട് വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പം വെറുതെ റിസ്ക് എടുക്കണ്ട. നോക്കട്ടെ, ഞാൻ പോയ ആ ഒരു വഴി തപ്പിയെടുക്കട്ടെ. അപ്പോൾ ഗായ്സ്, നമ്മളിത് കാര്യത്തോടെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താട്ടോ ഈ വഴി വന്ന് ചാടിയത്. എൻ്റെ മോനെ, എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ ഈ വഴി നേരെ ഒന്ന് മയിലാടുംപാറ കയറും. അവിടുന്ന് പിന്നെ ഉടുമ്പൻചോല. അവിടുന്ന് പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ പോയാലോ എന്നാണ്. അത് വേറെ ഒരു സ്പോട്ടും കൂടെ ഉണ്ട്, അവിടെ പോകണോ അതവിടെ ഒരു അടുത്ത ദിവസം പോകണോ എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പം നമ്മളിത് ഉടുമ്പൻചോല പോകുന്ന ആ ഒരു റൂട്ട് കയറി. ഇതിപ്പം മയിലാടുംപാറയാണ്. മയിലാടുംപാറയിൽ നിന്ന് ഉടുമ്പൻചോല പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട്
ഏതെങ്കിലും ഒരു സ്പോട്ട് നോക്കാട്ടോ. ഇനിയിപ്പോൾ അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാട്ടോ. വേറെ ഇവിടെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അത് പക്ഷേ അത്ര ഓഫ് റോഡൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഇവിടുന്ന് 10 കിലോമീറ്റർ മേളിലുണ്ട് കേട്ടോ അവിടെ വരെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്നാർ പോകുന്ന ആ ഒരു റോഡ് തന്നെയാണ്. അതായത് ചതുരംഗപ്പാറ ആ ഒരു സൈഡൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു റോഡാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ രാജാപ്പാറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചതുരംഗപ്പാറയുടെ ഓപ്പോസിറ്റ് ഉള്ളൊരു മലയാണ്. അപ്പോൾ അങ്ങോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോയും വീഡിയോയും ഒക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ്. എന്തായാലും നോക്കാം കേട്ടോ. അവൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവന്മാർ പുറകിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഈ ഒരു റോഡാണ് നമ്മുടെ ചതുരംഗപ്പാറയ്ക്ക് പോകുന്നത് കേട്ടോ. ഈ ഒരു വഴി നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അതിൽ കഴിഞ്ഞ ദിവസവും കൂടെ പോയതേ ഉള്ളൂ നമ്മളൊരു വ്ളോഗ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളങ്ങോട്ടല്ല ഞാൻ പറഞ്ഞ പോലെ പോകുന്നത്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വരുന്ന വഴിക്ക് ഇപ്പം നമ്മൾ വന്ന അവിടുന്ന് കേട്ടോ. അവിടുന്ന് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാം. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്, ദേവികുളം ബ്ലോക്ക് ജയ അങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ മേട്ടു ഇൻ സർവീസ് വില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കേട്ടോ, ജംഗിൾ പാലസ്. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ കയറിയാൽ മതി, ഇവിടെ വരുന്നുണ്ടായാലും. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഒരു സൈഡ് മൊത്തം ഏലക്കാടാണ്. ഇവിടെ ഭായിമാരൊക്കെ പോകുന്നുണ്ടല്ലോ. ഒന്നോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലം വിഷയം. പുറകിനായതോ ഒരു NS-കാരന്മാർ കയറി വരുന്നുണ്ട് കേട്ടോ. ആരും ഇവിടെ പോകാൻ വരുന്നതായിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. കയറി പോവാണെങ്കിൽ കയറിപ്പോട്ടെ.